സ്റ്റാർട്ട്. ആടിന് വല്ലതും കൊടുത്താ പെണ്ണെ? അതിന് കഞ്ഞെല്ലാം കൊടുത്തതാ. ഇത് കൊണ്ടേ കൊടുക്കും. ലവൻ ആടേതാ? രാമൻ നായർ. ഇരുട്ടായതുകൊണ്ട് ഒരബദ്ധം പറ്റിപ്പോയതാ. അതിനെന്നെ ആന വാരി രാമനെന്നും വിളിച്ച് കളിയാക്കണ്ടതുണ്ടോ? നിങ്ങൾ തന്നെ പറ. നമസ്കാരം കുട്ടികളെ, എല്ലാവരും വന്നോ? ഞാൻ ഹാജർ വിളിക്കാം. സുഹാര ഹാജർ. വർക്കി ഹാജർ. ഫാത്തുമ ഹാജർ. അന്തോണി ഹാജർ. ഞാൻ ഇന്നലെ പറഞ്ഞ ഹോംവർക്ക് എല്ലാവരും ചെയ്തോ? ചെയ്തു മാഷേ. മണ്ഡശിരാമണി ഒന്നൊന്നും കൂട്ടിയാൽ എത്രയാ കിട്ടുക? ഒരു പുരയും ഒരു പുരയും ചേർന്നാൽ വലിയ പുര. അപ്പോൾ ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയ. ബഷീർ ദിനം. സാധാരണക്കാരുടെ ഭാഷകളിൽ കഥ എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന ഒറ്റക്കണ്ണൻ പോക്കറയാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിൽ 3 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണുള്ളത്. മുച്ചീട്ട് കളിക്കാരൻ ഒറ്റക്കണ്ണൻ പോക്കർ, അദ്ദേഹത്തിന്റെ മകൾ സൈനബ, പണ്ഡൻ മുത്തപ്പ. ആർക്കും വെക്കാം, എങ്ങനെയും വെക്കാം. കടന്നു വരൂ. ആർക്കും വെക്കാം, എങ്ങനെയും വെക്കാം. 1 2 2 4 കടന്നു വരൂ. ഇപ്പൊ ആട് പള്ളയും വെച്ച് നിൽക്കാനാവും. 10 വിളങ്ങ് വിളിച്ചു മുത്തളി പാത്തുമ്മ, 10 വിളിച്ചു മുത്തളി പാത്തുമ്മ, 10 വിളിച്ചു പാത്തുമ്മ. ഇത് വലുതായിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ ഇന്നാണ് ഇത് നമ്മുടെ ഉപ്പേരി. അത് കണ്ടോ? മലയാളി ചോദിച്ചത് എന്റെ കവിതാക്ക് 2 കമലായിട്ട് ആരെന്ന് പറയാൻ എന്റെ ആടിന് കല്ലെല്ലാം കൊടുത്താ. കല്യാണല്ല, പുസ്തകങ്ങൾ, വീട്ടിലുള്ള സകലമായ ചപ്പുചവറുകളും നിന്റെ ആടി തീർത്തു. പറഞ്ഞോളി എന്റെ ആട് പെറ്റോട്ടെ. അപ്പൊ എല്ലാരും വന്നോളും. എന്റെ ആട് പെറുമ്പോ സുബേത്താനാ മറക്കല്ലേട്ടോ. സുബേത്താക്ക് പാല് വന്നോട്ടോ. തരും നല്ല അടി വെച്ച് തരും. എന്റെ ആടിനെ കുറ്റം പറയുന്നു, എന്നിട്ട് എന്റെ ആടിന്റെ പാലും വാങ്ങിക്കും. എന്റെ കഥ വായിച്ചു കൂടുതൽ ചിരിച്ചത് ഞാൻ തന്നെ, കാരണം അത് എന്റെ അനുഭവം. നാരായണി ചോദിച്ചാൽ ഒരു മോശടിയില്ല, ഒരു പൂങ്കാവനം തന്നെ. ആരാ ചോറടിക്കണേ? പേരെന്താ? 2.5 കൊല്ലത്തെ തടവ്. ഞാനിപ്പോ ഇവിടെ തനിച്ച. കൂട്ടുകാരെല്ലാം പോയി. പേരെന്താ? നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സും. കഠിന തടവാണല്ലേ? അതെ, 14 വർഷം. അപ്പോ കുറ്റമാണല്ലേ? എനിക്കൊരു റോസാപ്പൂ തരുമോ? അതെന്ത് ചോദ്യമാ നാരായണി? നാരായണി പറഞ്ഞാൽ ഈ ഭൂവനത്തിലെ എല്ലാ പനിനീർ പൂച്ചെടികളും ഞാൻ തരാം. പച്ചയായ ജീവിതത്തിൽ
ഒന്നും എത്രയാ മജീദേ? വലിയ പുഴ. ഇവിടെ വലിയൊന്ന് കണ്ടിട്ടാണ് നോക്കിയിട്ടാണ് പോവാ. ആരെയും നോക്കണ്ട, ആരെയും ലഭിച്ചെങ്കിൽ പറഞ്ഞു. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 5 ബഷീറിന്റെ ഓർമ്മ ദിനം. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു മലയാളത്തിന്റെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ. മലയാള ഭാഷ അറിയാവുന്ന ആർക്കും അദ്ദേഹത്തിന്റെ കൃതികൾ എളുപ്പത്തിൽ മനസ്സിലാവും. പാത്തുമ്മയുടെ ആട്, ബാല്യകാലസഖി, പാപ്പക്കരാനുണ്ടായിരുന്നു എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് സംഭവം. ആരാണ് അവിടെ ചൂളമടിക്കുന്നത്? പേരെന്താ? കൊല്ലം തടവ്. കൂട്ടാറൊന്നുമില്ല, ഞാൻ ഒറ്റക്ക. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി ചോദിച്ചാൽ റോസാച്ചെടിയല്ല, ഒരു പൂങ്കാവനം തന്നെ ഞാൻ തരും. ഉമ്മ, പത്തിരി അങ്ങ് ചുട്ടൂട്. പാപ്പ കാത്തു നിൽക്കുന്ന എന്തേലും ഒരു പണി ചെയ്യേ. പെണ്ണായി പറഞ്ഞ തീ പിടിപ്പിക്കാനെങ്കിലും അറിയണം. ഞാൻ ആനമക്കാരിയുടെ പൊന്നാര മോള. എന്റെ ഉപ്പാക്ക് ഒരു ആന ഉണ്ടേനു, വലിയ കൊമ്പനാന. എടി മതി, നീ നാവടക്ക്. അല്ലെങ്കിൽ എന്റെ മൂക്കിൽ വെച്ചേക്കോ. ഞാൻ ആനമക്കാരിയുടെ പൊന്നാര മോള. എന്റെ ഉപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. എന്റെ പൊന്നുമ്മ ഒന്ന് അടങ്ങ്. ഉമ്മ, അപ്പുറത്ത് പുതിയ അയൽക്കാർ വന്നിക്ക്, ഞാനൊന്ന് പോട്ടെ. ആ, പോയിട്ട് വേഗം വരണം. കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ ധരിച്ചു പോയി, കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി, കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി, കണ്ണുകളാൽ കൽവുകളിൽ കല്ലെറിയുന്നോളെ. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ള